ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഉലൂമുദ്ദീനിലെ അദ്ദർസുർ റാബി നാലാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫി ഈശത്തി റാളിയ, തൃപ്തികരമായ ജീവിതം എന്നർത്ഥം വരുന്ന പാഠം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ആഷിയ ഓതിക്കൊണ്ട് ഉസ്താദ് പറയുന്നു. അപ്പോൾ സൂറത്തുൽ ആഷിയ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയുന്ന ഒരു സൂറത്താണ്. അപ്പോൾ അതിൽ കുറച്ച് ആയത്തുകൾ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് ആണ് ഉസ്താദ് ഇവിടെ ക്ലാസ്സിൽ പറയുന്നത്. നന്നായി മനസ്സിലാക്കാം. സൂറത്തുൽ ആഷിയ ഓതി ഉസ്താദ് പറഞ്ഞു, ചില ആളുകൾ അന്ന് ശോഭിതരാവും, അവരുടെ കർമ്മങ്ങളിൽ തൃപ്തരാവും. ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർ. നിരർത്ഥകമായ ഒരു വാക്കും അവർ കേൾക്കുകയില്ല. അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളുണ്ട്, ഉയർന്നു നിൽക്കുന്ന ശയ്യകളുണ്ട്, പ്രത്യേകം തയ്യാർ ചെയ്ത കപ്പുകളുണ്ട്, അണിയായി നിരന്നു നിൽക്കുന്ന തലയിണകളുണ്ട്, വിരിച്ചുവെച്ച പരവതാനികളുണ്ട്. എല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന തോട്ടങ്ങൾ, ഹൂറൈൻ എന്ന സ്വർഗീയ സുന്ദരികൾ, ഭംഗിയുള്ള വസ്ത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, പ്രൗഢിയുള്ള വാഹനങ്ങൾ, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം, ഭയമില്ല, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം, മരണമില്ല, ശാശ്വതമായ ജീവിതം. ഇതിനെല്ലാം പുറമെ അല്ലാഹു തആലയുടെ ലിഖാഹ്, അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കാണും. പൗർണമി രാവിൽ പൂർണ്ണ ചന്ദ്രനെ കാണും പോലെ തിരക്കില്ലാതെ കാണാം. ളിൽ സന്തോഷവും അത്ഭുതവും നിറഞ്ഞു. അപ്പോൾ ഇവിടെ സ്വർഗത്തെക്കുറിച്ച് സൂറത്തുൽ ആഷിയ ഓതിയിട്ട് ഉസ്താദ് പറയുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, സ്വർഗത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്. അതിവിടെ ഈ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. പിന്നെന്താണ്, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത്? അല്ലാഹു തആലയുടെ ലിഖാഹ്. ഒക്കെ വൺ വേർഡ് ചോദ്യം വരുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, മനസ്സിലാക്കുക. ദുഃഖമില്ല, സന്തോഷം മാത്രം. എവിടെ ചോദ്യം വരാറുണ്ട്. അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം, മരണമില്ല, ശാശ്വതമായ ജീവിതം. ഇതൊക്കെ സ്വർഗത്തിൽ മനസ്സിലാക്കുക. സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ നാം കാണും. എങ്ങനെയാണ് കാണുക? പൗർണമി രാവിൽ പൂർണ്ണ ചന്ദ്രനെ കാണുന്ന പോലെ തിരക്കില്ലാതെ കാണാം. മനസ്സിലാക്കുക. ഉസ്താദ് ചോദിച്ചു, സ്വർഗം വേണ്ടവർ ആരെല്ലാം? എല്ലാവരും കൈപ്പൊക്കി. ഉസ്താദ് പറഞ്ഞു, സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. സ്വർഗം സജ്ജനങ്ങൾക്കുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞു, സ്വർഗം ആർക്കുള്ളതാണ്? സജ്ജനങ്ങൾക്കുള്ളതാണ്. സ്വർഗം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഈമാൻ വേണം, സൽക്കർമ്മം ചെയ്യണം. മനസ്സിലാക്കുക. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ലാ. നിശ്ചയം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന അത്യുന്നത സ്വർഗമുണ്ട്. അത്യുന്നത സ്വർഗം ഏതാണ്? ചോദ്യം വരാറുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ്, അത്യുന്നത സ്വർഗത്തിൻ്റെ പേരാണ് ജന്നാത്തുൽ ഫിർദൗസ്. മനസ്സിലാക്കുക. അവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അത്യുന്നത സ്വർഗത്തിൻ്റെ പേരാണ് ജന്നാത്തുൽ ഫിർദൗസ്. നിശ്ചയം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സ്വർഗം ഏത്? ചോദ്യം വരാറുണ്ട്. അങ്ങനെയും ജന്നാത്തുൽ ഫിർദൗസ് എന്ന അത്യുന്നത സ്വർഗം. മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെ സ്വർഗക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞു. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസക്കും. നിങ്ങൾക്ക് ആശിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട്.
നിങ്ങൾക്ക് ആശിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ നക്ര വനഫമോ പാഠത്തിൽ വന്ന വേർഡ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് മീനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. ആദ്യം നുബയ്യിനെ വിശദീകരിക്കാനാണ്. സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ ഏതെല്ലാം, അതിനെക്കുറിച്ചിട്ട് ഇവിടെ വിശദീകരിക്കണം. സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ എന്തെല്ലാം എന്നാണ്. അവിടെ നിരർത്ഥകമായ ഒരു വാക്കും അവർ കേൾക്കുകയില്ല. അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളുണ്ട്, ഉയർന്നു നിൽക്കുന്ന ശയ്യകളുണ്ട്, പ്രത്യേകം തയ്യാർ ചെയ്ത കപ്പുകളുണ്ട്, അണിയായി നിരന്നു നിൽക്കുന്ന തലയിണകളുണ്ട്, വിരിച്ചുവെച്ച പരവതാനികളുണ്ട്. ഇതൊക്കെ സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖങ്ങളാണ്. അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഒന്നാമത്തെ ചോദ്യം എന്താ വരുന്നത്? ആർക്കാണ് സ്വർഗം ലഭിക്കുക? എന്താണ് ആൻസർ? സ്വർഗം സജ്ജനങ്ങൾക്കുള്ളതാണ്. സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. സ്വർഗം സജ്ജനങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അത്രയും അതിൻ്റെ ആൻസറായിട്ട് എഴുതുക. സ്വർഗം ലഭിക്കണമെങ്കിൽ ഈമാൻ വേണം, സൽക്കർമ്മം ചെയ്യണം. സ്വർഗം സജ്ജനങ്ങൾക്കുള്ളതാണ്. അടുത്തത്, സ്വർഗാവകാശികൾ എങ്ങനെയായിരിക്കും? അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം, ഭയമില്ല, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം, മരണമില്ല, ശാശ്വതമായ ജീവിതം മാത്രം. ഇങ്ങനെയായിരിക്കും സ്വർഗാവകാശികൾ. അടുത്ത മൂന്നാമത്തെ, സ്വർഗത്തിൽ എന്തെല്ലാം ലഭിക്കും? ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ, ഹൂറുഇ എന്ന സ്വർഗീയ സുന്ദരികൾ, ഭംഗിയുള്ള വസ്ത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, പ്രൗഢിയുള്ള വാഹനങ്ങൾ, വേണ്ടതെല്ലാം ഇവിടെ ലഭിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസർ ആക്കിയിട്ട് എഴുതുക. അടുത്തത്, സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അല്ലാഹു തആലയുടെ ലിഖാഹ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. മനസ്സിലാക്കി എഴുതുക. അടുത്തത്, സ്വർഗത്തിൽ എങ്ങനെയുള്ള വാഹനങ്ങളാണുള്ളത്? പ്രൗഢിയുള്ള വാഹനങ്ങളാണ്. മനസ്സിലാക്കുക. അതേപോലെ സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ പേരെന്ത്? ചോദ്യം വരാം, ഇതിലില്ല. മനസ്സിലാക്കുക. ഹൂറഈൻ എന്ന സ്വർഗീയ സുന്ദരികളാണ് അവരുടെ പേര്. സ്വർഗത്തിലെ സുന്ദരികൾ, ഹൂറഈൻ. അങ്ങനെ നമുക്ക് ഓപ്ഷനിൽ വേറെയും പേരുകൾ തരും ടിക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം, ഹൂറഈൻ എന്ന സ്ത്രീകളാണ്. സ്വർഗത്തിലെ വസ്ത്രങ്ങൾ എങ്ങനെയാണ്? ഭംഗിയുള്ള വസ്ത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, ഇതൊക്കെയാണ് സ്വർഗത്തിലെ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, സ്വർഗീയ ഭവനങ്ങൾ എങ്ങനെയുള്ളതാണ്? ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ, ഇതാണ് സ്വർഗത്തിലുള്ള ഭവനം. മനസ്സിലാക്കുക. അടുത്തത്, നക്ര വനഫം വായിച്ചിട്ട് എഴുതാൻ. ഈശത്തു റാലിയ, അതുപോലെ ഇവിടേക്ക് പകർത്തി എഴുതുക. സൂറത്തുൽ ആഷിയ എഴുതുക. ഹൂറഈൻ അതുപോലെ എഴുതുക. ലിഖാ, ജന്നാത്തുൽ ഫിർദൗസ്, അപ്പോൾ അതൊക്കെ അതുപോലെ എഴുതുക. അടുത്ത നുൻഷിൽ ജുമുല, വാക്യം നിർമ്മിക്കാനാണ്. പ്രൗഢി, നമുക്കെന്ത് എഴുതാം? പ്രൗഢിയുള്ള വാഹനങ്ങൾ അതെഴുതാം. അടുത്തത്, ഹൃദ്യമായ ഭക്ഷണങ്ങൾ അതെഴുതാം. അടുത്തത്, നിരർത്ഥകം എന്നുള്ളതാ? നിരർത്ഥകമായ ഒരു വാക്കും കേൾക്കുകയില്ല. നിരർത്ഥകമായ ഒരു വാക്കും അവർ കേൾക്കുകയില്ല. അതെഴുതാം. അടുത്തത്, ശോഭിതം. ചില ആളുകൾ അന്ന് ശോഭിതരാവും. അടുത്ത താഴെ തന്ന ആയത്തുകളുടെ അർത്ഥം എഴുതാനാണ്. ഉജൂഹുൻ യൗമ ഇദിൻ നാളിറ, എന്താണ്? ചില മുഖങ്ങൾ അന്ന് പ്രസന്നമാകും, ശോഭിതമാകും. സൂറത്തുൽ ഖിയാമയിൽ നിന്നുള്ള ഒരു ആയത്താണ് ഇവിടെ വന്നത്. ഉജൂഹും യൗമ ഇദിൻ നാളിറ, മുഖങ്ങൾ പ്രസന്നമാവും. അതാ അതിൻ്റെ അർത്ഥം വരുന്നത്.
അതിൻ്റെ താഴെ അടുത്തത് വരുന്നത് എന്താണ്? ഉജൂഹു യൗമ ഇതിൻ നായിമ ലിസഈഹാ റാളിയ ഫി ജന്നത്തിൻ ആലിയ. സൂറത്തുൽ ആഷിയയിൽ നിന്നുള്ള വരികളാണ്. അപ്പോൾ അവിടെ എന്താണ്? അപ്പോൾ പാഠത്തിൽ വരുന്ന ഈ ഫസ്റ്റത്തതാണത്. ചില ആളുകൾ അന്ന് ശോഭിതരാവും, അവരുടെ കർമ്മങ്ങളിൽ തൃപ്തരാവും, ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർ. അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് എഴുതേണ്ടത്. എത്രയാണ് ഈ ഫീ ഈഷത്തി റാളിയ എന്ന പാഠഭാഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ. എല്ലാവരും നന്നായി മനസ്സിലാക്കുക, പഠിക്കുക, ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.